ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്കൂളിലേക്ക് തിരികെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മേടിച്ചെന്നുള്ള വ്ളോഗാണ്. ഒട്ടും വൈകുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ കിടക്കാം. വാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്കൂൾ ബാഗ് നോക്കാം. ഇതാണ് എൻ്റെ സ്കൂൾ ബാഗ്. നല്ല വലിയ ബാഗാണ് മേടിച്ചത്. ഇനി 5ലേക്ക് ആയതുകൊണ്ടാണ് ഇത്ര വലിയ ബാഗ് മേടിച്ചത്. എൻ്റെ 4ലേക്ക് ചെറുത്, ഇതിലേക്ക് മീഡിയം ആയിട്ടേ വരത്തുള്ളൂ. പിന്നെ ഞാൻ ലുലു ആണ് മേടിച്ചത്. നല്ലതാണ്, നല്ല ക്വാളിറ്റി ബാഗ്. അതിപ്പോഴും മെയ് അവസാനം വരെ നമുക്ക് ഓഫറുണ്ട്. കണക്കിന് നല്ല വലിയ ഓറയാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാ ഓറയും അതേപോലെ തന്നെയാണ്. എനിക്ക് പിന്നെ പുസ്തകം പൗച്ചൊക്കെ കൊണ്ടുപോയാൽ മാത്രം മതി. കാര്യം ലഞ്ച് ബോക്സൊക്കെ നമുക്ക് അല്ലാതെ ലഞ്ച് ബാഗിൽ വേണം കൊണ്ടുപോകാനായിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറായിരുന്നു. ഇനി നമുക്ക് ബോട്ടിലാണ്. ഇതാണ് എൻ്റെ ബോട്ടിൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ പ്ലാസ്റ്റിക് അല്ല കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങളമ്മ വിചാരിക്കും പ്ലാസ്റ്റിക് ആണ്. ഒട്ടും അല്ല, ഇത് നല്ല സ്റ്റീൽ തന്നെയാണ് കേട്ടോ. സ്റ്റീൽ കവറിങ് ആണ്. ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനം. അടുത്തായിട്ട് വരുന്നത് എൻ്റെ ഇത് സ്റ്റീലിൻ്റെ പാത്രമാണ്. ഇതാണ് സ്റ്റീല്. പല വശം കാണിച്ചതാണ്. എൻ്റെ ഇവിടെ സ്റ്റിക്കർ കൊണ്ടായിരുന്നു. ആ സ്റ്റിക്കറൊക്കെ ഞാൻ വലിച്ചൂരി കളഞ്ഞു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് മേടിച്ചത്. ഇപ്പോഴും ഞാൻ ലുലു തന്നെയാണ് മേടിച്ചത്. കുപ്പി ഞാൻ ലുലു തന്നെയാണ് മേടിച്ചത്. അടുത്ത് ഞാൻ ഷൂസ് കാണിക്കാം. ഞാൻ ഓപ്പൺ ഷൂ ആണ് മേടിച്ചത്. ഇത് ഞാൻ രാമചന്ദ്രൻ മേടിച്ചാണ്. അവിടെ ഇപ്പം ഓഫർ ഉണ്ടെന്നൊക്കെ പണ്ട് ഓഫറില്ല, ബട്ട് നല്ല ക്വാളിറ്റി ഷൂസാണ്. ഒഡീസി എന്ന് പറയുന്ന കമ്പനിയിലെ ഷൂസാണ് മേടിച്ചത്. അമ്മ എന്ത് പലവട്ടം ചോദിച്ചു, കെട്ട് ഷൂസ് ഇല്ലേ, അതുപോലെ എന്തിനാണ് ഓപ്പൺ ഷൂ മേടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കംഫർട്ടബിൾ ഓപ്പൺ ഷൂ ആണെന്ന് പറഞ്ഞു. ഞാൻ ഓപ്പൺ ഷൂ മേടിച്ചു. ഇത് രണ്ടുമാണ് ഞാൻ മേടിച്ചത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് എൻ്റെ ജോമെട്രി പെട്ടിയാണ്. ഈ പെട്ടി എന്ന് പറയുന്നത് അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 5ലേക്ക് എൻ്റെ ജോമെട്രി പെട്ടി വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതെടുത്ത് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചു തരാം. അടുത്ത് വരുന്നത് ഈ ഒരു പൗച്ചാണ്. ഈ ഒരു പൗച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെറുതെയാണ് നമ്മൾ മേടിച്ചിരുന്നത്. കാര്യം ഈ ഒരു പൗച്ച് അവർ ഇപ്പം ഇന്നലെ മെനങ്ങാൻ ഒരു മെസ്സേജ് ഇട്ടേക്കുക. ഈ പൗച്ച് എന്ന് പറയുമ്പോൾ ഇൻസ്പീരിയൻ്റ് പൗച്ച് വേണം മേടിക്കാനായിട്ടാണ്. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നതെന്ന് അവർക്കത് കാണാൻ പറ്റണം എന്ന രീതിയിലുള്ള പൗച്ചാണ് മേടിക്കേണ്ടതെന്ന് അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പേരൊക്കെ എടുത്ത് ഇപ്പോഴേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് ചേച്ചി തന്നെ കീച്ചനാണ്. ആ ചേച്ചി ഇത് കണക്ക് ഒരു കീച്ചൻ എടുത്തിട്ടുണ്ട്. ഇതാണ് തന്നത്. ഈ ഒരു പൗച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പൗച്ച് ഇത് നിങ്ങൾക്ക് നീല ഇട്ടയും കാണുന്നത്. നീലയല്ല, ഒരു പിസ്തായ് ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പിസ്തായ് ഷെയ്ഡൊക്കെ വരുന്ന ഒരു കളറാണ് ഈ പൗച്ച്. അടുത്തായിട്ട് വരുന്നത് ഞാൻ സ്കൂളിലേക്ക് ഞാൻ ഇന്നർ വെയേഴ്സായിട്ട് മേടിച്ചതാണ്. എനിക്ക് ഷോർട്സ് ആണ് എനിക്ക് വേണ്ടത്. ഇന്നർ വെയറും വേണം. ഞാൻ ഷോർട്സാണ് ഞാൻ മേടിച്ചത്. ഇതൊക്കെ ഞാൻ രാമചന്ദ്രനാണ് മേടിച്ചത്. പൗച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചി കേട്ടോ. എൻ്റെ ചേച്ചി പുളിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു കടയിലാണ് മേടിച്ചത്. പിന്നെ ഈ ഒരു ക്ലോത്തിൻ്റെയൊക്കെ പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. 100% സോഫ്റ്റാണ്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയത് തന്നെയാണ്. എനിക്ക് നല്ല ഈ പാൻ്റൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ 2 മേടിച്ചു. പിന്നെ എൻ്റെ യൂണിഫോം കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് എടുത്തേക്കുവാണ്. വെച്ചേക്കുന്നത്. പിന്നെ ഷർട്ടാണ്. ഇതിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ വേണ്ടി ഇടാൻ വേണ്ടി. പിന്നെ പാവാടയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പാവാടയിൽ വരുന്ന റിബണാണ്. ഇവിടെ ഒരു റിബണുണ്ട്, അതിനിടയ്ക്ക് ഇവിടെ ഒരു റിബൺ. കൊച്ചു പാവാടയാണ് കേട്ടോ. പിന്നെ നമുക്ക് സോക്സും ഷൂ ഒക്കെ വരുന്നുണ്ട്. അതൊന്നും മേടിച്ചിട്ടില്ല. അത് സോക്സും ഷൂ മേടിച്ചു. സോക്സ് ആയിട്ട് സ്കൂളിൽ നിന്ന് തരും. ഇനി ഇത്ര മേടിച്ചിട്ടുള്ളൂ. ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് അതേ പറഞ്ഞ മാതിരി എന്താണ് നമ്മൾ അതിനെ പൗച്ചിനകത്ത് കെട്ടിയേക്കുന്നുള്ളത് വേണം. അങ്ങനത്തെ പൗച്ച് വേണം. കണക്ക് തന്നെ കുപ്പി അതേപോലത്തെ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം നമ്മൾ ചിലരുണ്ടല്ലോ കോപ്പി അടിക്കുന്നത്, അതൊക്കെ എന്തിനാണോ അങ്ങനത്തെയൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു നമ്മളെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇങ്ങോട്ട് കിടന്നിങ്ങനെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ എനിക്ക് ടിഫിൻ പൊതിയുന്ന ക്ലോത്ത് വേണം. അതൊക്കെ കൊണ്ട് അവിടെ കയറാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ലഞ്ച് ബാഗ് വേണം. കുപ്പി കയറണം. അങ്ങോട്ട് ലഞ്ച് ബാഗ് വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. ലുലു പോയപ്പം അവിടുത്തെ കുറേ ലഞ്ച് ബാഗ് എൻ്റെ കുപ്പിയൊക്കെ ഞാൻ ഇറക്കി വെച്ച് നോക്കി. ഈ കുപ്പിയൊക്കെ ഞാൻ ആ ലഞ്ച് ബാഗിൽ കയറ്റി വെച്ച് നോക്കി. അപ്പോഴേ അതിനകത്തുനിന്നൊന്നും കയറുന്നില്ല. അടപ്പിൽ തന്നെ പൊങ്ങിയിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തില്ല. പിന്നെ വല്യമ്മ ചേച്ചിയുടെ കയ്യിൽ ഒരു ലഞ്ച് ബാഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലഞ്ച് ബാഗ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്നു വല്യമ്മ. പക്ഷേ എന്തോ മറന്നുപോയില്ലെന്നാണ് തോന്നുന്നത്. അവർ ഇന്നലെ എവിടെയാണ്ട് കറങ്ങാനായിട്ട് വന്നതാണ്. അങ്ങനെ അവർ ഇന്ന് രാവിലെ പോയി. അങ്ങനെ ഞാൻ ഇപ്പോഴാണ് കുറേ നേരം കൂടി ഞാൻ പറയും അമ്മ എനിക്ക് വീഡിയോ എടുക്കണമെന്ന്. അപ്പോഴേ അമ്മ ഇപ്പോഴാണ് ഇച്ചിരി ഫോണിൽ ഫ്രീ ആയിട്ട് വെച്ചത്. അങ്ങനെ ഞാൻ പോയി എടുത്തിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.